ഹലോ. ഈ ഓടി വരുന്നത് എൻ്റെ അനിയത്തിയാണേ. നമ്മളിന്ന് വയലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഉള്ളത്. ഈ ഒരു വയൽ വരുന്നത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിലെ അമ്പലത്തിൻ്റെ മുന്നിലായിട്ടാണ്. ഈ ഒരു വയൽ എന്ന് വെച്ചാൽ ഒരുപാട് പരന്നെടുക്കുന്നൊരു വലിയ വയലാണ്, നല്ല എസ്തറ്റിക് ആയിട്ടുള്ള വയലാണ്. അപ്പം നമ്മൾ ഈ വയലിലോട്ട് എത്തിപ്പെടണമെങ്കിൽ ഒരു കനാലിൻ്റെ ഉള്ളിലൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. ആ കനാൽ വന്നിട്ട് ഒരു ചെറിയ കനാലിന്, അതായത് റിസ്ക് എടുത്ത് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു പകുതി മാത്രമേ നമുക്ക് പോകാനുള്ളൊരു വഴിയുള്ളൂ. സോ നമ്മൾ കുനിഞ്ഞ് റിസ്ക് എടുത്ത് വേണം അപ്പുറത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇതാണെങ്കിലൊരു പൊട്ടിപ്പൊളിഞ്ഞ കനാലും കൂടെയാണ്. സോ ഹൈ റിസ്ക്കാണ്. ദെൻ നമ്മൾ ഈ വയലിലെത്തി നമ്മൾ മെയിനായിട്ട് പിടിക്കാൻ പോകുന്നൊരു കുളമാണ് ആ കാണുന്നത്. അതിൻ്റെ അകത്ത് കുറേ മീനുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആ മുന്നിൽ നടക്കുന്ന ചോട്ടാസ്. സോ നമ്മളങ്ങനെ വയലിലെത്തി മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു കുളത്തിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആമ്പലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മീനിങ്ങനെ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ മുകളിലോട്ടേക്ക് വന്നിട്ട്. സോ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു കുളത്തിൽ നിന്ന് മീനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് മീൻ പിടിക്കുന്നത്, സ്റ്റിക്കിൽ ലൂറിട്ടിട്ടാണ് മീൻ പിടിക്കുന്നത്. സോ അങ്ങനെ കുറേ സമയം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ഒരു മീൻ പോലും നമുക്ക് കിട്ടിയില്ല. കുറേ സമയം നമ്മളങ്ങനെ വയലിലിരുന്നു. അങ്ങനെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു കുളവും കൂടെ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോവാമെന്നാണ് അവൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഭയങ്കര എക്സൈറ്റഡാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കുളം തേടി നമ്മൾ പോവാണ്. ഈയൊരു ചെറിയൊരു ചെടികളുടെ ഒക്കെ ഇടേൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അതും കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിരുന്നു. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ തന്നെ ചെടീൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയാണ് എത്തിയത്. ഈ ഒരു കുളമാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ മീനും കാര്യമൊക്കെ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ 2 ദിവസം മുന്നേ വലയിട്ടപ്പോൾ ഒരു വലിയ മീൻ കുടുങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുളത്തിൽ വന്നത്. ഈ ഒരു കുളത്തിലും നമ്മൾ കുറേ സമയം മീൻ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ ഇതിൽ നിന്നും അങ്ങനെ മീനും കാര്യമൊന്നും കിട്ടിയില്ല. പക്ഷേ ഇതിലും മീനുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആ ഒരു മീനിൻ്റെ ഒരു എന്താ പറയുക, ആ ബബിൾസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ മീൻ കിട്ടിയില്ല. നമ്മൾ ലൂറ് മാറ്റി ഇട്ട് നോക്കി. ഈ ഒരു ചെറിയ ഓറഞ്ച് ലൂറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തവളയുടെ സൈസ് വരുന്നൊരു ലൂറുണ്ട്. ശരിക്കൊരു തവള പോലെ തന്നെ ഉണ്ട്. ആ ഒരു കാണാനും അതിൻ്റെ ഒരു വെയിറ്റും ഒക്കെ ഒരു തവള പോലെ തന്നെ ഉണ്ട്. പിന്നെ ഒരു പുഴമീനൊക്കെ പോലത്തെ ഒരു ടൈപ്പ് ഒരു ലൂറും കൂടെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു കടലിൽ ഇടാൻ പറ്റിയ ലൂറാണ്. നമ്മളെല്ലാം ഇട്ട് നോക്കി, പക്ഷേങ്കിൽ അതിലൊന്നും മീൻ വന്ന് കൊത്തിയില്ല. ഇനിയൊരു ചെറിയൊരു ലൂറുണ്ട്. ഇത് കടലിൽ ഇടുന്ന ടൈപ്പ് ലൂറാണ്. സോ അങ്ങനെ നമ്മൾ കുറേ സമയം ഇത് മാറ്റി ഇട്ടു. എന്നിട്ടും മീനൊന്നും കൊത്തിയില്ല. അങ്ങനെ നമ്മുടെ കമ്പനീസ് വരുന്നുണ്ട്. നമ്മുടെ ബാക്കി ഫ്രണ്ട്സും കൂടെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോ കുറേ മീൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരും വരുന്നത്. അങ്ങനെ ഇവരും വന്നു പോസ്റ്റായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കിട്ടാണ്ടായപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവാമെന്ന് തന്നെ പറയാണ്. അങ്ങനെ എന്തായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞ് വയലിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.